ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജേച്ചിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെ അപ്പച്ചനൊരു ഇച്ചിരി വയ്യാഴിയുണ്ട്. ഇപ്പം കുഴപ്പമില്ല. ഇന്നലെ 2 ദിവസം കൂടെ ഉണ്ടായിരുന്നു. പിന്നെന്താ, ഇവിടെ പട്ടാക്കടി ഭയങ്കര തുടങ്ങിയ കഴിവതും ആ വീഡിയോ കിട്ടുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാതിരിക്കാൻ നോക്കാം. അല്ലാതെ എനിക്ക് ഇത്രയും സമയമായി, 9 മണി കഴിഞ്ഞ് ചെയ്യാൻ. ഇന്നാണെങ്കിൽ ഇന്ന് കുറേ സമയം കാണും. ഇന്നലെ രാത്രി തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ, പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇച്ചിരി ഇവിടുത്തെ ഈ പ്രീസമോൻ്റെ കൂട്ടുകാരുടെ ഒരു മമ്മിയാണ്. അവർക്കറിയാം എനിക്ക് ചാനലുണ്ടെന്ന്. അപ്പോൾ പോകുമ്പോൾ താഴെ ഇങ്ങോട്ട് വന്നോണ്ടെങ്കിൽ ഇങ്ങനെ അവർ ഇങ്ങനെ പടക്കം പൊട്ടിക്കുന്ന കണ്ടോണ്ടെങ്കിൽ അവിടെ നിന്നാണ് അവർ പറഞ്ഞ്, നിനക്ക് വീഡിയോ എടുക്കണമെങ്കിൽ എടുക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ അവരുടെ ഇച്ചിരി വീഡിയോ എടുത്തത് അവരിങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഫോണിൽ അങ്ങനെ എടുക്കത്തില്ല അവൻ. പക്ഷെ ഇങ്ങനെ അവനിങ്ങനെ നോക്കി ആ പടക്കം പൊട്ടത് ഇങ്ങനെ കണ്ടോണ്ട് നിന്നോണ്ടേ അവരിങ്ങനെ ചോദിച്ചോണ്ടേ കുറച്ചെടുത്ത് അത് ഇച്ചിരി അവർക്കറിയാം ഇതിലിടുന്നു, മമ്മിയുടെ വീഡിയോയിൽ ഇടാനാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. പിന്നെ പോൾമോനൊക്കെ സൺഡേയിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ ഒരു കോർട്ടിൽ പോയി. അതിൻ്റെയൊക്കെ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ടേ. അപ്പച്ചൻ എന്തോ വയ്യാഴി എന്നുള്ളത് ഞാൻ 3-4 ദിവസം കൊണ്ട് അപ്പച്ചനെ നോട്ട് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ക്ഷീണവും ഒക്കെ പോലൊക്കെ ആയിരുന്നു. വിശപ്പ് എത്ര ആണെങ്കിലും ഇത്രയും പ്രായം ഉണ്ടെങ്കിലും അപ്പച്ചന് ആഹാര ഡൈജഷൻ്റെ ഒരു കുറവും ഇല്ലായിരുന്നു. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്ക് അതെല്ലാം നന്നായിട്ട്. പക്ഷേ 2 ദിവസം കൊണ്ട് ആഹാരമൊക്കെ ഇച്ചിരി ഒന്ന് ഇതായി. അപ്പോഴേ ഞാൻ നോട്ടി. അപ്പോഴേ ഞാൻ റീച്ചാൻ ഈ രാവിലെ കുറച്ച് നേരം അപ്പച്ചനെ കാണുന്നല്ല ഉള്ളൂ. നമ്മളല്ലേ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുന്നത്. റീച്ച എന്നിട്ട് ലേറ്റായിട്ടല്ലേ വരുന്നത്. എത്ര വയ്യെങ്കിലും അത് കാണിക്കത്തൂല ഡാഡി. അതാ പിന്നെ നമ്മളെന്തോലും ചോദിച്ചാലോട്ട് ഡാഡിക്ക് ശ്വാസം മുട്ടൽ പോലെ ഉണ്ടായിരുന്നു. കുളിച്ചിട്ടൊക്കെ വരുന്നത് നല്ല വീസിങ്ങാണ്. നെബുലൈസേഷൻ തരട്ടെ എന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറയും. അപ്പം പിന്നെ ഞാൻ റീച്ചനോട് രാത്രി പറഞ്ഞ് ഡാഡിക്ക് തീരെ വയ്യ രാത്രി. അപ്പോൾ ഇതിന് പ്രീസമ്മ ഭയങ്കര കെയറാണ് കേട്ടോ. പിടിച്ചെണ്ണിപ്പിക്കുകയും അപ്പോൾ ആ പ്രീസയുടെ സ്ഥലത്ത് പോളാണെങ്കിൽ അപ്പം പറയും മാറി ഞാൻ തന്നെ എണീറ്റോളാം. പ്രീസനാകുമ്പോൾ അവനെ ഒന്നും പറയുന്നൊന്നുമില്ലായിരുന്നു. ഞാൻ റീച്ചനോട് പറഞ്ഞ റീച്ച രാവിലെ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോയി കാണിക്കണം, ഡാഡി ഒന്നും വയ്യ, കുഴപ്പമില്ല എന്നേ പറയത്തുള്ളൂ. പിന്നെ കൊണ്ടുപോയി മെഡിസിനൊക്കെ എടുത്തിപ്പം കുഴപ്പമില്ല, ക്ഷീണമൊക്കെ അങ്ങ് മാറി. കഞ്ഞിയൊക്കെ കൊടുത്ത് കഞ്ഞിവെള്ളമൊക്കെ ഇച്ചിരി കുടിച്ചാൽ ഇത്തിരി ആശ്വാസമായി. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പോയി നോക്ക്. വന്നില്ല. എന്നാലും ഞാൻ പ്രൈസനോട് പറയാമായിരുന്നു, പോള് അവിടെ കിടന്ന് ഉറങ്ങുക, അപ്പച്ചൻ അവിടെ ഇരിക്കുക, ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞിരിക്കുക. അപ്പോൾ പിന്നെ പാലുകാരൻ വന്നോന്ന്, പാല് വന്ന് സഞ്ചിയിലിട്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ. അവനന്നേരം അവിടെ അവൻ്റെ ബാഗൊക്കെ ഒന്ന് ഒതുക്കി അവിടേക്ക് ഒന്ന് ഒതുക്കാൻ നിൽക്കുമായിരുന്നു. ഞാൻ പറയും നോക്കിയിട്ട് വന്നവരും വന്നില്ല. 5:30-ക്കും 6-നും ഇടയ്ക്കാണ് വരേണ്ടിയത്. അതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഇന്ന് ഇവർക്ക് കൊണ്ടുപോകാനായിട്ട് ഞാൻ ഇങ്ങനെ ചപ്പാത്തിയുടെ മുകളിൽ ഇച്ചിരി ഒരു മുട്ട ചിലപ്പം ഞാൻ ഇങ്ങനെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തി ഇടും. അങ്ങനെ ഒരെണ്ണമായിട്ട് കൊടുത്തുവിടും. ഇന്നിപ്പോൾ ഒരു പോളിനും ഇവനോടായത് കൊണ്ട് ഞാൻ 2 മുട്ട പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ചുള്ളിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇച്ചിരി മേളിൽ തേച്ചിട്ട് പിന്നെ കൊടുക്കാമെന്ന് വെച്ച്. നമ്മുടെ ലിഫ്റ്റാണ് അവിടെ തുറന്നു കിടക്കുന്നത്. അപ്പോൾ വീണ്ടും കൊച്ചി എന്ന് നോക്കിയാണ്ടേ വന്നില്ല. പക്ഷെ അവൻ ഇങ്ങോട്ട് കയറാൻ നേരം പാവം ഇച്ചിരി പ്രായമുള്ള മനുഷ്യനാണ് കേട്ടോ. അയാൾ സ്റ്റെപ്പേ കൂടെ കയറി വരുന്നത്. ദൈവമേ, മേളി ഞങ്ങളുടെ 6th or 7th പുതിയ ആരാണ് താമസക്കാർ വന്നിട്ടുണ്ട്. ഇതുങ്ങൾക്ക് ഇനി ലിഫ്റ്റ് അടയ്ക്കാൻ അറിയത്തില്ലയോ? എന്നാൽ ആരെങ്കിലും ഒരാൾ തുറന്നിട്ടാലും ആ ഫ്ലോറിൽ 4 റൂമുകാരുണ്ട്. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണ്ടേ ഇത് എവിടെ എന്നുള്ളത്. ഞാൻ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സൗണ്ട് കേട്ടാൽ കൊച്ചുങ്ങളോട് പറയാൻ തുറന്ന് നോക്കട്ടെ. കാരണം താഴേന്ന് സ്റ്റെപ്പ് കയറി വരുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ആരോ മേളി തുറന്നിട്ടേക്കുമായിരുന്നു. മീൻസ് ചൊവ്വിന് അടച്ചില്ല ലിഫ്റ്റ്. അതുകൊണ്ട് ഈ പാവം മനുഷ്യൻ രാവിലെ സ്റ്റെപ്പ് കയറി വരേണ്ടി വന്നു. എന്തോ കഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ റീച്ചാണ് പറയുകയും ചെയ്തു, ഇനി സൊസൈറ്റിയിൽ പോയി കംപ്ലയിൻറ്റ് പറയണം. ഏത് ഫ്ലോറിലാണെന്ന് വെച്ചാൽ ആ ഫ്ലോറുകാർ മൊത്തം അവരെയും കൊണ്ട് പണിഷ്മെൻറ്റ് മീൻസ് എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കണമെന്ന്. അന്നേരം എല്ലാവരും തുറന്ന് നോക്കുമല്ലേ, അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടുമെന്നും പറഞ്ഞു. പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വല്ല പൈസ അങ്ങനെ ഈടാക്കുകയോ ഒരാടെ നമ്പർ എടുക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യണോ ചോദിച്ചാൽ പറഞ്ഞു പിന്നെ അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞു ഇവരെന്തോ അർത്ഥത്തിൽ അറിയിച്ചാൽ ഇങ്ങനെ ഈ തുറന്നിടുന്നത്. നമ്മളൊക്കെ ആണെങ്കിലൊന്ന്
നോക്കും എവിടെ തുറന്നേക്കുന്നതെന്ന്. ആർക്കെങ്കിലും ഒന്ന് ഇന്ന ആളെന്നില്ല, ആ ഫ്ലോറിലുള്ള ആർക്കെങ്കിലും നമ്മുടെ ഫ്ലോറിലാണെന്നൊന്ന് നോക്കിക്കൂടെ. ഈ സിറ്റുവേഷൻ തന്നെ അവർക്കും വരുവേ. അവർ താഴെ പോയി നിന്നിട്ട് വരുവാണേലും ആരെങ്കിലും ഓപ്പൺ ചെയ്തിട്ടേക്കുവാണെങ്കിൽ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസം അതുപോലെ പോൾമോൻ വൈകിട്ട് കളിച്ചിട്ട് വന്നിട്ട് എനിക്ക് ഫോൺ ചെയ്തു, മമ്മി ലിഫ്റ്റ് ഒന്ന് അടയ്ക്കാൻ പറ. ഞാൻ പറയും, എടാ ഇവിടെ അല്ലടാ മേളിലെങ്ങാണ്ട. പിന്നെ പ്രൈസം മോൻ പോണേ 7th ഫ്ലോറിൽ ഇങ്ങനെ ആരോ ചൊവ്വിന് അടയ്ക്കാതെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ കൊച്ചു മേളിൽ പോയിട്ട് അപ്പോൾ താഴെ കുറേ പേര് 3-4 പേര് നിന്ന് ലിഫ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അന്നേരം ഈ ഞങ്ങളുടെ 4th ഫ്ലോറിലെ അപ്പുറത്തെ വേലക്കാരി അവരും പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞ്, നോക്ക് ഭായിമാരോ ആരേലും തുറന്നിട്ടാന്നേലും അവർക്കൊന്ന് 4 റൂമുകാരുണ്ട്, ഒന്ന് ചെന്ന് നോക്കാമല്ലേ എവിടെ ഇത് തുറന്ന് കിടക്കുന്നതെന്ന്. ആരും ഒന്നും ചെയ്യത്തില്ല. അങ്ങനെയുള്ള ഇതിനൊരു വല്ലാത്ത ഇതായിട്ടിരിക്കും. നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ കുറേ പുതിയ ആൾക്കാർ വന്ന് താമസത്തിന് വന്നിട്ടുണ്ട്. കാരണം ഇനി പ്രായമുള്ള ആരെങ്കിലും അവരുടെ കൂട്ടത്തിലുണ്ടോ, ആരോ ആവട്ടെ, പ്രായമുള്ളവരോ ആരോ ആവട്ടെ, ആ വീട്ടുകാർക്കൊന്ന് കറക്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാമല്ലേ ചൊവ്വിന് ലിഫ്റ്റ് അടച്ചിട്ടുണ്ടോ എന്നുള്ളത്. എൻ്റെ കല്യാണത്തിന് മുമ്പൊക്കെ ഞങ്ങൾ താമസിച്ചെടുത്ത് 4 ഫ്ലോറുള്ളതായിരുന്നു. അവിടെ ഒന്നും ലിഫ്റ്റിലൊന്നുമില്ല. നമ്മൾ ഈ 4 ഫ്ലോർ വേണമെങ്കിലും നമ്മൾ നടന്നു പോകുമായിരുന്നു. പക്ഷേ ഇപ്പം എന്നെയും കൊണ്ടും പറ്റുന്നില്ല അത്. ഇപ്പം സപ്പോസ് ഞങ്ങളുടെ അപ്പച്ചനാണെങ്കിലും താഴെ പോയിട്ട് കയറി വരുവാണെങ്കിൽ ലിഫ്റ്റ് ഇല്ലെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാമോ. അതുപോലല്ലേ ഓരോരുത്തർ ജോലി കഴിഞ്ഞ് വരുന്നവർ ഇപ്പം 4, 5, 6 നിലയിലൊക്കെ ഇങ്ങനെ നടന്ന് പോവുകയെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ആരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടോ, ഇതെന്തിനാ ഞങ്ങളോട് പറയുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. അപ്പം ഞാൻ ആ കഥയൊക്കെ പോയിട്ട് ഇതൊന്നും നമ്മുടെ വാത്തല വരുത്തുന്നത് അതുകൊണ്ടല്ലേ. ആദ്യം ഞാൻ ആ ചൈന പിച്ചാത്തി ഒന്ന് വാത്തല വരുത്തി. അത് വാത്തല വരുത്തിയിട്ട് അങ്ങോട്ട് വാത്തല ആവുന്നേ ഇല്ല. പക്ഷേ ഈ പിച്ചാത്തിയൊക്കെ നമ്മൾ സാധാരണ പിച്ചാത്തിയൊക്കെ വാത്തല ചെയ്തിട്ട് കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യത്തിന് നമുക്കൊന്ന് യൂസ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് വാത്തല വരുത്തിച്ചാൽ മതി. പണ്ടൊക്കെ നമ്മൾ പറയത്തില്ലേ പിച്ചാത്തി, അത് പഴം മുറിക്കാൻ പോലും കൊള്ളത്തില്ലെന്ന്. ആ അവസ്ഥയാണ് ആ ചൈന പിച്ചാത്തി. അത് ഞങ്ങൾ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത്. വെറും കളിപ്പീരെന്ന് വെച്ചാൽ മീഷോയിൽ ഒത്തിരി വിലക്കുറവിനാണെന്നും പറഞ്ഞ് സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, അന്ന് നമ്മൾ വാങ്ങിക്കാൻ നമ്മളൊന്ന് ചെയ്യുന്നുണ്ട്, വേറെ റേറ്റൊക്കെയാണ് വരുന്നതെന്ന്. അവിടെ നിന്ന് വാങ്ങിച്ചത് ആ പിച്ചാത്തി. അത് വാത്തല വരുത്തിയിട്ട് പോലും വാത്തലയാവുന്നില്ല. ഞാൻ ആദ്യം ഈ മീൻ അതൊന്ന് കണ്ടിക്കാൻ നോക്കിയിട്ട് സത്യമാണ് പഴം മുറിയും. പഴം പോലും മുറിക്കാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷേ അത് പഴമൊക്കെ മുറിക്കാം. എന്നിട്ട് ഇത് എടുത്ത് വാത്തലാക്കി. ഇതാണെങ്കിൽ നമുക്ക് കുറച്ച് വാത്തല വരും, അന്നേരം നമുക്കൊന്ന് രാഗി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒന്ന് വലിച്ചെടുത്തോണ്ട് ആ സ്കിന്നിൻ്റെ അകത്ത് കുറച്ച് മാംസമായി. ആ മാംസം ഞാനിങ്ങനെ ചെത്തിയെടുത്തിട്ട് അതിന് ഇച്ചിരി പരിഞ്ഞിലുണ്ടായിരുന്നു. ആ പരിഞ്ഞിലിൻ്റെ കൂടെ വെക്കാമെന്ന് വെച്ച്. ഈ മീനെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം പോയപ്പോൾ വാങ്ങിച്ച മീനാണ്. ഒരു 2-2.5 കിലോയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് പോയ മീൻ ഞാനെടുത്ത് കറി വെച്ചു. ഇതെന്ന് പറയുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു 3 ആഴ്ചയൊക്കെ കൂടിയെന്ന് തോന്നുന്നു. ഇത്ത് വരെ അത് ഫ്രഷ് ആയിട്ടിരിക്കുമായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു അങ്ങോട്ട് വെച്ചിട്ട്. നമ്മൾ മീൻ മുറിക്കുമ്പോൾ അറിയാലോ നമുക്ക് ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഉടനെ അത് പഴകിയതാണോ എന്നുള്ളത്. അങ്ങനെ ഞാൻ മീനെല്ലാം വെട്ടിയെടുത്തു. ഞാൻ 2 പാർട്ടാക്കി എടുത്ത്, വലിയ പീസാക്കി എടുത്തത്, ചെറിയ പീസല്ല. ഒരു നഷ്ടമില്ലായിരുന്നു. നന്നായി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ട് അങ്ങനെ വലിയ ലാഭത്തിൽ കിട്ടിയില്ലായിരുന്നു. അപ്പം ഞാനത് ഇന്ന് തലയെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ഏതെങ്കിലും പിള്ളേർക്ക് നിങ്ങളുടെ ഇഷ്ടമാണോ, നിങ്ങളുടെ പിള്ളേർക്ക് ഈ മീനിൻ്റെ കണ്ണ്, എൻ്റെ പ്രൈസിന് അത് ഏത് മീൻ്റെ ആണെങ്കിലും കുഞ്ഞു മീൻ്റെ ആണെങ്കിലും എനിക്ക് ഈ ചൂരയുടെയൊക്കെ കണ്ണ് ഇഷ്ടം, ഇളക്കിയെടുത്ത് കഴിക്കാൻ. അല്ലാതെ മറ്റേൻ്റെയൊക്കെ കഴിക്കുന്നേ ഉള്ളൂ. അങ്ങനെ അത്ര അങ്ങ് വലിയ ഇതായിട്ടൊന്നും എനിക്കിതില്ല. ഇവന് ഏത് മീൻ്റെ തലയുടെ കണ്ണ് കിട്ടിയാലും അവനെടുത്ത് എനിക്ക് വേണമെന്ന് പറയും. അപ്പം ഞാനത് തല ഇന്ന് എടുക്കുന്നുണ്ട്. വാലിവിടെ പ്രൈസം മോനെയാണ് കഴിക്കുന്നത്. പോളിനൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പം വാല് വേറൊരു പാർട്ടിലും വെച്ചിട്ടുണ്ട്. അപ്പം അരപ്പെല്ലാം ഒന്ന് തിളച്ചുടനെ ഞാനിതെല്ലാം ഒന്ന് പറക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പോൾമോനൊക്കെ ഇവർ ഇവിടെ നമ്മുടെ ഇവിടെ അടുത്തല്ല, ഇച്ചിരി താക്കുരുവില എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഈ ബാഡ്മിൻ്റൺ കളിക്കുന്ന കോർട്ടുണ്ട്. അവിടെ സാധാരണ എല്ലാവർക്കും അലൗഡില്ല. അവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്, കോച്ചിങ് ഉണ്ട്. അപ്പം ഇവൻ്റെ കൂടെ 11th പഠിച്ച പിള്ളേർ ഇവർ 3-4 പേരുണ്ടെങ്കിലേ അവർക്ക് കളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവരെല്ലാം അതിൽ 1-2 പിള്ളേർ അവിടെ കോച്ചിങ് പഠിക്കുന്നുണ്ട്, ബാഡ്മിൻ്റൺ. അപ്പോൾ അവരുടെ മെമ്പർഷിപ്പും പ്രകാരമാണ് ഇവർ പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സൊസൈറ്റിയിലൊന്നും കളിക്കാൻ പറ്റത്തില്ലല്ലോ. കോക്ക് ചിലപ്പം
ഇതിൻ്റെ മണ്ടയിൽ പോവും, ആരുടെയെങ്കിലും ഗ്രില്ലിൻ്റെ മണ്ടയിൽ പോവും, പിന്നെ എടുക്കാൻ പ്രയാസം, അങ്ങനെ കാറ്റിൻ്റെയൊക്കെ പ്രയാസം, കാറ്റ് ഏത് ദിശയിലാണെന്ന് വെച്ചാൽ അതനുസരിച്ചല്ലേ കോക്ക് പറന്നു പോകും. അപ്പോൾ ഇവിടെ ആകുമ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല. അത് കളിക്കാനായിട്ട് തന്നെ അവിടെ ഒരു കോർട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പാർട്ടാണ് ഞാനിതിൽ ഇടുന്നത്. അപ്പോൾ ഞാൻ മീൻ അടപ്പത്ത് വെച്ചു. അത് കഴിഞ്ഞ് ചെറുപയർ തോരൻ വെക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇച്ചിരി ഓയിലൊഴിച്ച് കടുകും ജീരകവും കൂടി ഇട്ട്, ചിലപ്പം തേങ്ങയ്ക്കകത്തൊന്ന് ചതച്ച് അങ്ങനെ ഒതുക്കി ചേർക്കും. ഇന്ന് ഞാൻ തേങ്ങ അങ്ങനെ ചതച്ച് ചേർത്തില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി സവാള ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് പയർ ഞാൻ കുക്കറിൽ വേവിച്ചായിരുന്നേ. തേങ്ങ ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമായിരുന്നു. മായ പറഞ്ഞായിരുന്നു, ചേച്ചി അങ്ങനെ മിക്സിയിലിട്ടും തേങ്ങ ക്രഷ് ചെയ്തെടുക്കല്ലേ, മിക്സി കേടാവുമെന്ന്. പിന്നെ എമർജൻസിയിൽ അങ്ങ് ചെയ്യും നമ്മൾ, കഴന്ന് പോവുകയാണെങ്കിൽ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യും. അപ്പോൾ അന്ന് ഡോക്ടറെ അടുത്ത് അപ്പച്ചനെ കൊണ്ടുപോകണേ. ഡോക്ടറും പറഞ്ഞ് ഇപ്പം ഈ പടക്കത്തിൻ്റെയൊക്കെ ഈ സ്മെല്ല് ചിലർക്ക് പറ്റത്തില്ല, അതുകൊണ്ടൊക്കെ ഇപ്പം കൂടുതലും പേഷ്യൻ്റ് ഡോക്ടറെ അടുത്തും വരുന്നത് ഈ അലർജി വീസിങ് ആയിട്ടാണ്, ശ്വാസം മുട്ടലൊക്കെ ആയിട്ടാണ്. കാരണം അതുപോലുള്ള പുകയല്ലേ, ഒരാളൊന്നും അല്ലല്ലോ ഈ പടക്കം പൊട്ടിക്കുന്നത്. ചിലതാണെങ്കിൽ അങ്ങ് തുരുതുരാ അങ്ങ് പൊട്ടിക്കത്തില്ല, അതിൻ്റെ എല്ലാം പുക ഇവിടെ അല്ലേ വ്യാപിക്കുന്നത്. എത്ര പ്രാവശ്യം ജനലടച്ചിടും, എന്നാലും നമുക്ക് എത്ര സമയം നമ്മൾ ജനലും അടച്ചിട്ടാൽ അതും ഒരു സഫോക്കേഷൻ അല്ലേ, വേറെ എങ്ങൊന്നും അങ്ങനെ ഏറി വരുന്നില്ലല്ലേ. ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇപ്പം. ഇന്നലെ ഒരു 3 മണി കഴിഞ്ഞോണ്ടേ ഞാനൊന്ന് നമ്മളെല്ലാം ഉറങ്ങി. ഞാനൊന്ന് വാഷ്റൂമിൽ പോകാൻ എണീറ്റുണ്ടേ, ആരോ പടക്കം പൊട്ടിക്കുന്നു 3:30-ക്കൊക്കെ. അപ്പോൾ തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കൈ വെച്ചോണ്ടാ വീഡിയോ എടുക്കുന്നത്. മീൻകറി ഇവിടെ വറ്റിയായിരുന്നു, ഞാനതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. മീൻകറി റെഡിയായി. ഇനിയത്തെ കാണിക്കുന്ന ക്ലിപ്പ് അന്ന് ഇവരൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാൻ പോയെടുത്തതാണ്. ഈ പെങ്കൊച്ചുങ്ങളാണ് ഇപ്പോൾ അവിടെ പഠിക്കുന്നത്. അപ്പം ഇവരെല്ലാം 11th 12th ഒരുമിച്ച് പഠിച്ചവരാ. ഇപ്പോൾ ഇവരെല്ലാം വേറെ വേറെ കോളേജിലാണ്. പക്ഷേ ഈ പിള്ളേരൊക്കെ അവൻ്റെ അടുത്താണ് ഇവർ താമസിക്കുന്നത്. ഒരു കൊച്ചൻ ഞങ്ങളുടെ ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവർ സൺഡേ പോയതാ. റെയ്ച്ചാൻ ബാഡ്മിൻ്റണിൽ നല്ല കോളേജിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്നെ ബാഡ്മിൻ്റൺ പഠിപ്പിച്ചത് റെയ്ച്ചാനാണ്. ഇപ്പോൾ റെയ്ച്ചാനും ഇവിടെ രാവിലെ അവിടെ കൂട്ടുകാരെല്ലാം കൂടെ ലേറ്റായിട്ട് വരുവാണെങ്കിൽ പോകത്തില്ല, മിക്കവാറും സാറ്റർഡേ ദിവസം അവരെല്ലാവരും അത് നമ്മുടെ സൊസൈറ്റിയുടെ ഫ്രണ്ടിലൊരു ഇതുണ്ട്, അവിടെ പോകും. അവിടെ ഇങ്ങനെ ഇത്രയും വലിയ കോർട്ടൊന്നുമില്ല, എന്നാലും സെപ്പറേറ്റ് അവർക്ക് കളിക്കാൻ പറ്റും, അങ്ങനെയുള്ള കോർട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ നേരത്തെയൊക്കെ കളിക്കും. ഇപ്പം ആണെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ ആയതുകൊണ്ട് എങ്ങും നമുക്ക് സ്ഥലമില്ലല്ലേ. അതുമല്ല ഇപ്പം നേരത്തെ ഒന്നും വണ്ടികളൊന്നും ഇങ്ങനെ പാർക്കിംഗ് ഇത്രയില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2-3 വണ്ടികളാണ് പാർക്കിങ്. ഇപ്പം ഇവിടെ വണ്ടി ഇടാൻ 4 വീലറൊന്നും ഇടാൻ സ്ഥലമില്ല. വാടകക്കാർക്ക് റെൻറ്റുകാർക്ക് വെളിയിലാണിപ്പം പാർക്കിംഗ് സ്ഥലം കൊടുത്തേക്കുന്നത്. നേരത്തെ അകത്തിടായിരുന്നു. ഇത് പിന്നെ അവൻ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല അവിടെ പടക്കം പൊട്ടിക്കുന്ന കണ്ടോണ്ടേ അവർ ചോദിച്ച് അങ്ങനെ എടുത്ത വീഡിയോയാണ്. അത് ആദ്യം അവൻ വെർട്ടിക്കലായിട്ടല്ല എടുത്തത്. വീഡിയോ നമ്മൾ ഇടുന്ന സമയത്ത് വെർട്ടിക്കലായിട്ട് എടുക്കണം, അല്ലാതെ അവൻ എടുത്തതാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ബിൽഡിങ്ങുകളെല്ലാം ഗാർഡൻ മൊത്തവും ലൈറ്റിങ് ഇട്ട് അലങ്കരിക്കുമായിരുന്നു. ഇപ്പം ബിൽഡിങ്ങുകാർ തമ്മിൽ മത്സരമാണ്. ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അവരവരുടെ ബിൽഡിങ് ഇത്തിരി ഒന്ന് ചെയ്തിട്ടേ ഉള്ളൂ. अच्छा कृष्णा तू नहीं कर रहा क्या? 3-3
चलो അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോട്ടോണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.